ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ക്യാരമൽ ബ്രെഡ് പുഡിംഗ് റെസിപ്പിയാണ്. ബ്രെഡ് പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ് വേണം. ഭയങ്കര വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇപ്പോൾ ബ്രെഡിൻ്റെ അരികും മൂലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം. ഞാനത് കളഞ്ഞെടുക്കുന്നില്ല. പിന്നെ ഞാൻ മാത്രമാണ് അത് പിന്നെ തിന്നാനായിട്ട് ഉണ്ടാവത്തുള്ളൂ. സോ നമുക്കതിന് വേണ്ടി ഒരു ക്യാരമലൈസ് ചെയ്തിട്ട് പഞ്ചസാര എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കാം. നിങ്ങൾക്ക് മോൾഡിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മളത്ര റിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ചോറ്റുപാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടാവിലോ ചെമ്പിലോ ഒക്കെ വേണമെങ്കിലും ഈ പുഡിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാരമലൊക്കെ ഒഴിച്ച് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗീ ഒഴിച്ചിട്ട് വേണം കേട്ടോ, ഗീ ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡാണ്. സോ അതിൽ നമ്മൾ ആദ്യം അതൊക്കെ ഈ പാലൊന്ന് പഞ്ചസാര ഇട്ട് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തന്നെ ഈ കസ്റ്റാർഡ് നമുക്ക് കലക്കിയെടുക്കാവുന്നതാണ്. കട്ടയൊക്കെ ഉടച്ച് പ്രോപ്പറാക്കി വെക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് അതിലേക്ക് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ചൂടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് സെറ്റ് ആയിക്കുമ്പോൾ നമുക്ക് വാനില എസൻസ് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം നമുക്കിത് ഇല്ലെങ്കിൽ. സോ നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ ചൂടൊക്കെ ഒന്ന് മാറുന്നവരെ റൂം ടെമ്പറേച്ചറിൽ നമ്മളിത് തണുക്കാനായിട്ട് വെക്കണം. അതിന് മുമ്പ് വേവിച്ചില്ലല്ലോ, നമ്മൾ വേവിക്കുക ഗൈസ്. വേവിച്ചതിന് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേവിക്കേണ്ട, സമയമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. വേവിച്ച് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇത് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അല്ലാണ്ട് ആ ചൂടേ പടിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. അങ്ങനെ നമുക്കൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലത് സെറ്റാവാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് ഇവിടെ മഴയൊക്കെ ആയിരുന്നു. ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്ന് സമയം പോയി അറിഞ്ഞില്ല. അങ്ങനെ ഫുൾ സെറ്റായി സംഭവം ഇവിടെ ഫുൾ റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്യാരമൽ ബ്രെഡ് പുഡിംഗ് റെസിപ്പി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ബ്രെഡൊക്കെ ഉള്ളപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോകും ഗൈസ്. ചോറൊക്കെ ഉണ്ട് നമുക്കൊരു ഒരു പുഡിംഗ് കഴിക്കാമെന്ന് പറഞ്ഞാൽ രസമുള്ള കാര്യമല്ലോ. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ക്യാരമൽ ബ്രെഡ് പുഡിംഗ് റെസിപ്പി. എല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.